ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഈ അയില കൊണ്ടൊരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. തേങ്ങ അരച്ചൊരു കറി. അതിലേക്ക് 2 തക്കാളി കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കുള്ള ചെറിയ ഉള്ളി, വലിയ ജീരകം, കുറച്ച് മുളക് പൊടി, അതൊക്കെ നമ്മൾ പാകത്തിനിട്ട് കൊടുക്കാം. മുളക് പൊടി, ഒരു കുറച്ച് മല്ലിപ്പൊടി, അധികമൊന്നും വേണമെന്നില്ല. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. നമ്മൾ വേവിച്ച് വെച്ച തക്കാളി ഉണ്ട് ഇവിടെ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കട്ടെ. അപ്പം നമ്മളെ അരച്ച് വെച്ച അരപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കുള്ള കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി മിക്സി ചുഴറ്റി അതിൻ്റെ വെള്ളം കൂടി അതിൽ കൂട്ടിച്ചേർത്ത് കൊടുക്കട്ടെ. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറി വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് മൂടി വെക്കണം. തിളച്ച് പൊന്തുന്നത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കറിയൊക്കെ കൂടെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കും. ഇനി കയ്യിലിട്ട് ഇളക്കാതെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പം നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം തിളച്ച് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇടിയപ്പവും മീൻ കറിയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.